നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, സ്വർഗവാസികളോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും ഭൂവാസികളോട് ചേർന്ന് അങ്ങേ ഏറ്റുപറയുകയും ചെയ്യുന്നു. അങ്ങയുടെ നിഗൂഢമായ ദൈവസ്വഭാവത്തെ വിശുദ്ധ വിചാരങ്ങളോടും നിർമ്മല മനസ്സാക്ഷിയോടും കൂടെ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഭൂമിയും അതിലെ സമസ്തവും ലോകവും അതിലെ നിവാസികളും കർത്താവിൻ്റെതാകുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഭൂമിയും അതിലെ സമസ്തവും ലോകവും അതിലെ നിവാസികളും കർത്താവിൻ്റെതാകുന്നു. ആഴിയിൽ അവിടുന്ന് അതിനെ അടിത്തറയിട്ടു, നദികളിൽ അതിനെ ഉറപ്പിച്ചു. കർത്താവിന്റെ മലയിൽ ആരു കയറും? അവിടുത്തെ വിശുദ്ധഗിരിയിൽ ആരു നിൽക്കും? ശുദ്ധമായ കരങ്ങൾ ഉള്ളവനും ഹൃദയത്തിൽ നൈർമല്യമുള്ളവനും കള്ളസത്യം ചെയ്യാത്തവനും വ്യാജമായ ശപഥം ചെയ്യാത്തവനും അവർ കർത്താവിൽ നിന്ന് അനുഗ്രഹവും രക്ഷകനായ ദൈവത്തിൽ നിന്ന് നീതിയും പ്രാപിക്കും. യാക്കോബിന്റെ ദൈവമേ, അങ്ങയുടെ മുഖദർശനം തേടുകയും അങ്ങേ ശരണപ്പെടുകയും ചെയ്യുന്ന തലമുറ ഇതാകുന്നു. വാതിലുകളെ ശിരസ്സുയർത്തുവിൻ, നിത്യകവാടങ്ങളെ ഉയരുവിൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ ഈ രാജാവ് ആരാണ്? പ്രബലനും ശക്തനുമായ കർത്താവാണ്. ധീരനും യോദ്ധാവുമായ കർത്താവാണ്. വാതിലുകളെ ശിരസ്സുയർത്തുവിൻ, നിത്യകവാടങ്ങളെ ഉയരുവിൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ ഈ രാജാവ് ആരാണ്? ബലവാനായ കർത്താവാണ്. എന്നേക്കും ആരാധനായ രാജാവ് അവിടുന്നാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നിത്യനായ ദൈവമേ, ഉന്നതനായ രാജാവേ, അങ്ങ് നല്ലവനും മാധുര്യവാനും ദയാലുവും കരുണാവാരിധിയുമാകുന്നു. ഞങ്ങൾ അങ്ങയെ നിരന്തരം ആരാധിക്കുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. പ്രിയങ്കരമാകുന്നു മിശിഹാ കർത്താവേ, നരകുലരക്ഷകനെ, ഞങ്ങളണച്ചിടുമേ പ്രാർത്ഥന തിരുമുൻപിൽ. പരിമളമിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം.
അങ്ങയുടെ അങ്കണങ്ങൾക്കായി എൻ്റെ ആത്മാവ് തീവ്രമായി അഭിലഷിക്കുന്നു. മിശിഹ കർത്താവേ, നരകുലരക്ഷകനെ, ഞങ്ങളണച്ചിടുമേ പ്രാർത്ഥന തിരുമുമ്പിൽ. പരിമളമിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മിശിഹ കർത്താവേ, നരകുലരക്ഷകനെ, ഞങ്ങളണച്ചിടുമേ പ്രാർത്ഥന തിരുമുൻപിൽ. പരിമളമിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. നാളെപ്പറ്റി അവർ ഒന്നും അറിയുന്നില്ല. ആരറിയുന്നു? ദിവസങ്ങൾ നിരയായി വാടിക്കൊഴിയുന്നു. ഭുവനം മിന്നെ പൊലിയുന്നു. മരണം മുന്നിൽ കണ്ടെന്നും അനുതാപത്തിൻ പാതകളെ പുണരും മർത്യനു സൗഭാഗ്യം. അന്യായമായി നേടിയ സമ്പത്ത് ഉതകുകയില്ല. ഭൗമിക ധനവും പദവികളും മൃതിയുടെ വരവിൽ തകരുന്നു. നരനവരക്ഷയ്ക്കുതകില്ല. നരകത്തിൽ നിന്നൊരു നാളും നരനു വിമോചനമേകിടാൻ കഴിവില്ലേതും അവയ്ക്കൊന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ലോകം മുഴുവൻ നേടുകിലും തന്നാത്മാവു നശിച്ചെന്നാൽ മാനവനതുകൊണ്ടെന്തു ഫലം? മിന്നുന്നവയെ പുൽകിടാൻ വെമ്പുന്നവനോ നുകരില്ല ശാശ്വതമായിടുമാനന്ദം. നമുക്ക്
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അനന്തമായ കരുണയും നിരന്തരമായ പരിപാലനവും ഓർത്ത് അങ്ങേ ഏറ്റുപറയാനും ആരാധിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങളെന്നും കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ, ഞാനങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്കുത്തരമരുളണമേ. കർത്താവേ, എൻ്റെ വാക്കുകേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. കർത്താവേ, ഞാനങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്കുത്തരമരുളണമേ. എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. പരിമള ധൂപം പോലെ അത് അങ്ങയുടെ പക്കലേക്ക് ഉയരട്ടെ. കർത്താവേ, എൻ്റെ പ്രാർത്ഥന എൻ്റെ സായാഹ്ന ബലിയായി സ്വീകരിക്കണമേ. എൻ്റെ നാവിനും മധുരത്തിനും അങ്ങ് കാവൽ നിർത്തണമേ. എൻ്റെ ഹൃദയം തിന്മയിലേക്ക് ചായാതിരിക്കട്ടെ. ദുഷ്പ്രവർത്തികൾ ഞാൻ ചെയ്യാതിരിക്കട്ടെ. ദുഷ്ടരോട് ഞാൻ സഹവസിക്കാതിരിക്കട്ടെ. നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടരുടെ തൈലം കൊണ്ട് എൻ്റെ ശിരസ് പൂശാൻ അനുവദിക്കരുതേ. എന്തുകൊണ്ടെന്നാൽ എൻ്റെ പ്രാർത്ഥന അവരുടെ പ്രവൃത്തികൾക്കെതിരാകുന്നു. അവരുടെ വിധികർത്താക്കൾ കനത്ത കൈകളാൽ തടയപ്പെട്ടു. എൻ്റെ വാക്കുകൾ സ്നേഹമിശ്രണമായിരുന്നെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിക്കുന്നു, ഉച്ചത്തിൽ ഞാൻ കേണപേക്ഷിക്കുന്നു. എൻ്റെ ഹൃദയം നീറുമ്പോൾ എൻ്റെ സങ്കടങ്ങളും പീഡകളും ഞാൻ അവിടുത്തെ അറിയിക്കും. ക്ലേശങ്ങളാൽ ഞാൻ വലയുമ്പോൾ എൻ്റെ വഴികളെല്ലാം അങ്ങ് അറിയുന്നല്ലോ. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കെണികൾ വെച്ചു. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി, എന്നെ അറിയുന്നവർ ആരുമില്ല. ഓടിയൊളിക്കാൻ എനിക്കിടമില്ല, എന്നെ രക്ഷിക്കാൻ ആരുമില്ല. കർത്താവേ, ഞാനങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു, അങ്ങ് എൻ്റെ അഭയമാണല്ലോ. അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാകുന്നു. നീതിയുടെ നിയമങ്ങൾ അനുസരിക്കാൻ ശപഥപൂർവം ഞാൻ നിശ്ചയിച്ചു. കർത്താവേ, ഞാനേറെ താഴ്ത്തപ്പെട്ടു. അങ്ങയുടെ വചനമനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ. എൻ്റെ വചനങ്ങളിൽ അങ്ങ് സംപ്രീതനാകണമേ. അങ്ങയുടെ വിധികൾ എന്നെ പഠിപ്പിക്കണമേ. എന്നെന്നും ഞാൻ അങ്ങയുടെ കരങ്ങളിലാകുന്നു. അങ്ങയുടെ നിയമം ഞാൻ മറക്കുകയില്ല. പാപികൾ എനിക്ക് കെണികൾ വെച്ചു, എങ്കിലും പ്രമാണങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറിയില്ല. അങ്ങയുടെ പ്രമാണങ്ങളാണ് എന്നേക്കും എൻ്റെ ഓഹരി. അതിനാൽ അവയിൽ എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. അങ്ങയുടെ കൽപ്പനകൾ എന്നും സത്യമായി പാലിക്കാൻ എൻ്റെ ഹൃദയം ഞാൻ സജ്ജമാക്കുന്നു. ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ജനതകളെ അവിടുത്തെ പുകഴ്ത്തുവിൻ. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ കൃപ നമ്മുടെ മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു. സത്യമായും കർത്താവ് എന്നേക്കും നിലനിൽക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, ഞാനങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്കുത്തരമരുളണമേ. കർത്താവേ, എൻ്റെ വാക്കുകേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന ദയാപൂർവം കേൾക്കുകയും ദിവ്യമായ കാരുണ്യത്താൽ അങ്ങയുടെ ആരാധകരുടെ അപേക്ഷ സ്വീകരിക്കുകയും ചെയ്യണമേ. ശരീരങ്ങളുടെ സൗഖ്യദായകനും ആത്മാക്കളുടെ നല്ല ശരണവുമായവനെ പാപികളായ ഞങ്ങളിൽ കനിയണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. എൻ്റെ ആത്മാവിന് സൗഖ്യം നൽകണമേ. തിന്മ വിതച്ച വിപത്താലിന്നെൻ ഹൃദയം മാരകരോഗാധീനം. നാഥ, നിന്നിൽ നിന്നുമകന്നാൽ വ്യഥയെന്നുള്ളിൽ വളരും നൂനം. ചിന്മയനെ നീയല്ലാതാരൻ ആത്മാവിന് നല്ല ഔഷധമേകും. നിങ്ങൾക്കു ഞാൻ മാതൃക നൽകിയിരിക്കുന്നു, തപസ്സൊരു രോഗനിരോധന മാർഗം.
മനുജനതിന്നും ഒരത്ഭുതദുർഗം, മായാവലയിതമാശാപാശം, ഉപവാസത്താൽ തകരം നൂനം. നാഥൻ പോലും 40 ദിവസം ഉപവാസത്തിൻ മാതൃക നൽകി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനമാം ഉപവാസത്തിൻ പാതയിലൂടെ നടന്നിടാനും ദേഹി അലങ്കൃതമാക്കിയിടാനും അപരനു തുണതൻ കരമേകാനും സഹചരെ നിത്യം സേവിക്കാനും നാഥാ നീ കൃപ തൂകണമെന്നിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് പ്രകൃത്യാ പരിശുദ്ധനും മഹത്വപൂർണനുമാകുന്നു. അങ്ങെല്ലാറ്റിലും ഉന്നതനും അനാദി മുതൽ ആരാധിക്കപ്പെടുന്നവനുമാകുന്നു. അങ്ങേ ഞങ്ങൾ എല്ലായ്പ്പോഴും ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ആദിമുതൽ എന്നേക്കും ആമേൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രേതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ അധരം തുറന്ന് അവരെ പഠിപ്പിച്ചു തുടങ്ങി. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. വലത്തുകണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുക. കാരണം ശരീരം മുഴുവൻ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുകയാണ്. വലത്തുകരം നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. കാരണം ശരീരം മുഴുവൻ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുകയാണ്. ഭാര്യ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷാപത്രം കൊടുക്കണം എന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം മൂലമല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്നവൻ അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കാരുണ്യവാനും ആശ്വാസദായകനുമായ പിതാവേ, ഞങ്ങളുടെ സംരക്ഷകനും പരിപാലകനുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാ സഭകളുടെയും ഐക്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ലോകരാഷ്ട്രങ്ങളുടെ സമാധാനത്തിനും സുസ്ഥിതിക്കും സഹവർത്തിത്വത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന സകലർക്കും വേണ്ടി
അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നല്ല കാലാവസ്ഥയും ഫലപുഷ്ടമായ വത്സരവും സമൃദ്ധമായ വിളവുകളും നൽകി ലോകത്തെ ഐശ്വര്യപൂർണമാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ലെയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ മനസ്സാക്ഷിയോടും തീക്ഷ്ണതയോടും കൂടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള അനുഗ്രഹം എല്ലാ വൈദികർക്കും ശംശാനമാർക്കും സന്യാസികൾക്കും അൽമായ പ്രേക്ഷിതർക്കും പ്രദാനം ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സത്യവിശ്വാസവും നിർമ്മല സ്നേഹവും വഴി ജീവിത വിശുദ്ധിയിൽ വളർന്ന് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കാൻ കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും ആസന്ന മരണർക്ക് സമാധാനവും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അനാഥരെയും ദരിദ്രരെയും സംരക്ഷിക്കുകയും മാനസികമോ ശാരീരികമോ ആയ ക്ലേശങ്ങൾ സഹിക്കുന്ന എല്ലാവരെയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവിൽ നിദ്ര പ്രാപിച്ച എല്ലാവരെയും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സ്വർഗഭാഗ്യത്തിൽ ചേർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. നമ്മുടെ പ്രാർത്ഥനയുടെ സ്വരം ശ്രവിക്കുന്നതിനും നമ്മുടെ യാചന സ്വീകരിച്ച് നമ്മിൽ കനിയുന്നതിനുമായി സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. ഇവിടെയും മറ്റെല്ലാ സ്ഥലങ്ങളിലുമുള്ള പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ തൻ്റെ ശാന്തിയും സമാധാനവും ലോകാവസാനം വരെ നിവസിപ്പിക്കുന്നതിനായി സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. നമ്മുടെ പിതാക്കന്മാരായ മിത്രാന്മാർ ആജീവനാന്തം കളങ്കവും കുറ്റവുമില്ലാതെ തങ്ങളുടെ അജഗണങ്ങളെ നയിക്കാനിടയാകട്ടെ. സൽപ്രവർത്തികളിൽ പരിപൂർണരായ ഒരു ജനതയെ കർത്താവിനായി ഒരുക്കുന്ന ശുശ്രൂഷയിൽ നേതൃത്വം കൊടുക്കുന്നതിനായി ആയുസ്സും ആരോഗ്യവും നൽകി അവരെ പരിപാലിപ്പിക്കണമെന്ന് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. നമ്മുടെ രക്ഷകനും ജീവദായകനുമായ ഈശോ മിശിഹായുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ നമുക്ക് അനുസ്മരിക്കാം. അവളിൽ വസിച്ച പരിശുദ്ധാത്മാവ് തൻ്റെ കൃപയാൽ നമ്മെ വിശുദ്ധീകരിക്കുകയും തൻ്റെ അഭീഷ്ടം നമ്മിൽ പൂർത്തിയാക്കി തൻ്റെ സത്യം നമ്മിൽ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നതിനായി സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. പ്രവാചകന്മാരെയും രക്തസാക്ഷികളെയും വന്ദകരെയും നമുക്ക് അനുസ്മരിക്കാം. അവരുടെ പ്രാർത്ഥനകളും പീഡാസഹനങ്ങളും വഴി അവരോടൊത്ത് നമുക്ക് നല്ല പ്രത്യാശയും രക്ഷയും ലഭിക്കുന്നതിനും സ്വർഗരാജ്യത്തിൽ സത്യവും സജീവവുമായ വാഗ്ദാനം പ്രാപിക്കുന്നതിന് അവിടുന്ന് നമ്മെ പ്രാപ്തരാക്കുന്നതിനുമായി സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരായ മാർ ഗ്രിഗോറിയോസ്, മാർ ബസേലിയോസ്, മാർ യോഹന്നാൻ ക്രിസോസ്തോം എന്നീ ശ്രേഷ്ഠാചാര്യന്മാരെയും മാർ യാക്കോബ്, മാർ അപ്രേം എന്നീ മൽപ്പാന്മാരെയും മറ്റെല്ലാ വേദപണ്ഡിതരെയും പുരോഹിതരെയും ദൈവസന്നിധിയിൽ നമുക്ക് അനുസ്മരിക്കാം. അവർ സാക്ഷ്യം വഹിച്ച വിശ്വാസത്തിൻ്റെ വിശുദ്ധ പ്രബോധനം
അവരുടെ യാചനകളാലും പ്രാർത്ഥനകളാലും ലോകാവസാനം വരെ പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ നിലനിൽക്കാനിടയാക്കണമെന്ന് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ നമ്മുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും ദൈവത്തിനു നമുക്ക് അനുസ്മരിക്കാം. അവിടുന്ന് അവരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കുകയും തന്നെ പ്രസാദിപ്പിച്ച നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ആനന്ദിക്കുന്നതിന് അവരെ അർഹരാക്കുകയും ചെയ്യുന്നതിനായി സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. നമ്മുടെ രാജ്യത്തെയും ദേശത്തെയും ഇടവകയെയും പ്രത്യേകമായി ഈ സമൂഹത്തെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. യുദ്ധവും അടിമത്വവും കൊള്ളയും ഭൂകമ്പവും ക്ഷാമവും വസന്തയും മറ്റെല്ലാ ദുരിതങ്ങളും നമ്മിൽ നിന്ന് അകറ്റിക്കളയുന്നതിനായി സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. സത്യവിശ്വാസത്തിൽ നിന്ന് തെറ്റി നടക്കുന്നവരെയും സാത്താന്റെ കിണിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. അവരുടെ ഹൃദയകാഠിന്യം അവിടുന്ന് മാറ്റിക്കളയുന്നതിനും അങ്ങനെ സത്യദൈവം ഏകനാണെന്നും നമ്മുടെ കർത്താവ് ഈശോ മിശിഹ അവിടുത്തെ പുത്രനാണെന്നും രക്ഷ അവനിൽ മാത്രമാണെന്നും അവർ ഗ്രഹിക്കുന്നതിനായി സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. മാനസികാസ്വാസ്ഥ്യം അനുഭവിക്കുന്നവരെയും ദുരാത്മാക്കളാൽ പരീക്ഷിക്കപ്പെടുന്നവരെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. സൗഖ്യത്തിൻ്റെയും കരുണയുടെയും ദൂതനെ അവരുടെ പക്കലയച്ച് ആരോഗ്യം പ്രദാനം ചെയ്ത് തൻ്റെ സമൃദ്ധമായ കാരുണ്യത്താലും കൃപയാലും അവരെ സഹായിച്ച് ആശ്വസിപ്പിക്കുന്നതിനായി സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. നാം അവിടുത്തെ രാജ്യവും പുരോഹിതനും വിശുദ്ധജനവുമായി തീരുന്നതിനായി ശക്തനും കർത്താവുമായ ദൈവത്തിൻ്റെ പക്കൽ മുഴുഹൃദയത്തോടും ആത്മാവോടും കൂടെ നമുക്ക് നിലവിളിച്ചപേക്ഷിക്കാം. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് കരുണയുള്ള പിതാവും അനുഗ്രഹദാതാവുമാകുന്നു. തൻ്റെ സൃഷ്ടി നശിച്ചു പോകാതെ എന്നേക്കും ജീവിക്കുന്നതിന് അനുദപിച്ച് തൻ്റെ പക്കലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. സകലത്തിൻ്റെയും നാഥനും ആരാധ്യനും പിതാവുമായ ഏകദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവിടുത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും പുകഴ്ത്തുകയും ബഹുമാനിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുക നമുക്ക് ഉചിതമാകുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് മിശിഹായിൽ നമ്മുടെ ആത്മാക്കൾക്ക് നല്ല പ്രത്യാശയും രക്ഷയും പ്രദാനം ചെയ്തു. തൻ്റെ അനുഗ്രഹവും കാരുണ്യവും കൃപയും അവസാനം വരെ നമ്മിൽ ചൊരിയുന്നതിനായി സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും മാലാഖയെ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായ അങ്ങയെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ബലവാനായ ദൈവമേ, ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നമുക്ക് തലകുനിച്ച്
ആശീർവാദം സ്വീകരിക്കാം. സകലത്തെയും ആശീർവദിക്കുന്നവന്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവന്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപ ചൊരിയുന്നവന്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മനുഷ്യന്റെ വിജയം കർത്താവിന്റെ കരങ്ങളിലാണ്. പാപം നീക്കിയ കുഞ്ഞാടേ, പാപമിയറ്റും കഷ്ടതയിൽ ആത്മാവിന്റെ പരീക്ഷകളിൽ വിജയിക്കാൻ വരമേകണമേ. മൃത്യുവിനപജയമേറ്റിയ നീ വേദന തിങ്ങിയ വേളകളിൽ ആധ്യാത്മികമായുധമേ ദാസർക്കേകാൻ കനിയണമേ. പെരുവെള്ളത്തിൽ നിന്ന് കർത്താവിനെ രക്ഷിച്ചു, കടലിൽ നിന്നും കേപ്പായി കരതാരാൽ കരയേറ്റിയ നീ പാപക്കടലിൽ നിന്നിവരെ കരയേറ്റാൻ കനിവാകണമേ. ഭീകരമായ പരീക്ഷകളാൽ തിരയിൽ വീണു നശിക്കാതെ താങ്ങിയുയർത്താനണയണമേ, കരുണക്കടലേ കർത്താവേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശ്വാസത്തിൻ തികവോടെ കുഷ്ഠമിയെന്നോനർത്ഥിച്ചു കർത്താവേ നീ മനസ്സാകിൽ ശുദ്ധി എനിക്കു ലഭിച്ചിടും. മർത്യകുലത്തിൻ രക്ഷകനെ ആത്മാവിൻ്റെ വ്രണങ്ങൾ നീ സുഖമാക്കിയിടാൻ കനിയണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാപികൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്നവന്, ചുങ്കക്കാരോടും പാപികളോടും സഹവസിക്കുന്നവന്, പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാൻ വന്നവന്, അവരുടെ മാനസാന്തരത്തെ സന്തോഷിക്കുന്നവനുമായ കർത്താവെ, പാപികളും ബലഹീനരുമായ ഞങ്ങളിൽ കനിയണമേ. അനുദപിച്ച് പിന്തിരിഞ്ഞ് പ്രമാണങ്ങളുടെ മാർഗത്തിലൂടെ നിന്നെ പിൻചെല്ലാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ദുഷ്ടർ എനിക്കെതിരായി നിൽക്കുന്നതിനാൽ എൻ്റെ അധരം തിന്മയിൽ നിന്ന് ഞാൻ സൂക്ഷിക്കും. ഞാൻ മൂകനും മാനവത്തിനും നന്മയില്ലാത്തവനുമായിരുന്നു. എൻ്റെ സങ്കടം വർദ്ധിച്ചു. എൻ്റെ ഹൃദയം തപിച്ചു, ശരീരത്തിൽ അഗ്നി കത്തിപ്പടർന്നു. അപ്പോൾ ഞാൻ വാചാലനായി. ആയുസ്സിന്റെ ദൈർഘ്യം എന്തെന്നും ജീവിതം എന്തിനെന്നും അറിയിക്കാൻ കർത്താവിന്റെ ജീവിതാന്തം എന്നെ ഗ്രഹിപ്പിച്ചു. അളന്നാണല്ലോ അങ്ങനെക്ക് ദിനങ്ങൾ തന്നത്. എന്റെ ആയുഷ്കാലം അങ്ങയുടെ മുമ്പാകെ ഒന്നുമല്ലല്ലോ. തിരുസവിധത്തിൽ എല്ലാ മനുഷ്യരും പുക പോലെയാകുന്നു. അവർ നിഴലിൽ വ്യാപരിച്ച് മാഞ്ഞു പോകുന്നു. മനുഷ്യൻ സമ്പത്ത് വാരിക്കൂട്ടുന്നു, അത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അങ്ങയുടെ കൃപയുടെ വാതിൽക്കൽ മുട്ടിവിളിക്കുന്നവർക്ക് വാതിൽ തുറന്നുകൊടുക്കുന്ന കർത്താവേ, പ്രശാന്തമായ സായംകാലവും ആശ്വാസപ്രദമായ രാത്രിയും പ്രതീക്ഷാനിർഭരമായ പ്രഭാതവും സത്പ്രവർത്തികൾ നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങയെ പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, നിന്റെ അനുഗ്രഹാശിസുകൾ നിന്റെ ജനത്തിന്മേലുണ്ടാകുമാറാകട്ടെ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ നിന്റെ കരുണ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ നല്ല ശരണവും കരുണ നിറഞ്ഞ അഭയവുമായ സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിന്റെ സമാധാനം ഞങ്ങളിൽ വസിക്കട്ടെ. നിന്റെ ശാന്തി ഞങ്ങളെ ഭരിക്കട്ടെ.
നിന്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങളിൽ വർദ്ധിച്ചു വരട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിന്റെ വലത്തുകരത്താൽ ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ സഹായം ജീവിതത്തിലുടനീളം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിന്റെ നിലനിൽക്കുന്ന സ്നേഹവും സമാധാനവും ജീവനും സന്തോഷവും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നവ ഒരിക്കലും കുറയാൻ അനുവദിക്കരുതേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിന്റെ അജഗണത്തിൻ്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചെന്നായ്ക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ തൊഴുത്തിൻ മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ കുറയാത്ത സ്നേഹത്തിൻ്റെ സമുദ്രമാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെ സമാധാനം നമ്മോടുകൂടെയും പുത്രൻ്റെ സ്നേഹം നമ്മുടെ ഇടയിലും ഉണ്ടായിരിക്കട്ടെ. തൻ്റെ തിരുവിഷ്ടം പോലെ റോഹാദിക്കുദിശ നമ്മെ നയിക്കട്ടെ. അവൻ്റെ കരുണയും ദയയും നമ്മുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സകലത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അപേക്ഷയും മാറിയോസേപ്പിൻ്റെയും വിശുദ്ധ സ്ലേഹന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് സ്ലീഹായുടെയും മാർ അപ്രേമിൻ്റെയും വിശ്രുത രക്തസാക്ഷിയായ മാർ ഗീവർഗീസിൻ്റെയും മറ്റു രക്തസാക്ഷികളുടെയും അൽപ്പാന്മാരുടെയും മറ്റു സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥ്യവും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടപിശാചിലും അവൻ്റെ സൈന്യങ്ങളിലും നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. നിത്യപിതാവിൻ്റെ പ്രകാശവും നമ്മുടെ ഏകശരണവുമായ മിശിഹ എല്ലാ നീതിമാന്മാരുടെയും വിശുദ്ധരുടെയും പ്രാർത്ഥനയാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും പീഡകളിൽ നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മുടെ അപേക്ഷകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യട്ടെ. അവൻ തൻ്റെ മനോജ്ഞമായ പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുകയും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് വിശുദ്ധ ശ്ലീഹായുടെ ശക്തിയാൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.